മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ കേന്ദ്രം 79,000 കോടി രൂപയുടെ ആയുധം വാങ്ങാൻ അംഗീകാരം നൽകി പ്രതിരോധ മന്ത്രാലയം. അമേരിക്കൻ ഡ്രോണുകളും ഇസ്രായേലി മിസൈലുകളും ബോംബുകളും ഇന്ത്യ വാങ്ങും. ഉന്നാവ് പീഡനക്കേസിൽ അതിജീവിതയ്ക്ക് ആശ്വാസം. പ്രതി കുൽദീപ് സെൻഗാറിന് ജാമ്യം നൽകിയ ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ശിക്ഷ മരവിപ്പിച്ച ഉത്തരവിനും സ്റ്റേ. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്ന് കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. SIT ഓഫീസിൽ കീഴടങ്ങിയ ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാർ 14 ദിവസം റിമാൻഡിൽ. പത്മകുമാറിനൊപ്പം ഗൂഢാലോചന നടത്തിയെന്ന അന്വേഷണ സംഘം. തെറ്റ് ചെയ്തിട്ടില്ലെന്നും സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്നും വിജയകുമാർ. ഡി മണിയെ നാളെ SIT ചോദ്യം ചെയ്യും. സ്വർണ്ണക്കൊള്ളയും സംഘടനാ ദൗർബല്യവും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയെന്ന് CPM വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരമില്ലെന്നും CPM സംസ്ഥാന സമിതി. പലയിടത്തും BJP കോൺഗ്രസ് ഡീലെന്നും വർഗീയ പ്രചരണത്തിലൂടെ വോട്ട് പിടിച്ചെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയതിൽ വൻ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. സമഗ്ര അന്വേഷണത്തിനൊരുങ്ങി കോർപ്പറേഷൻ. VK പ്രശാന്ത് മുറി ഒഴിയണമെന്ന് KS ശബരിനാഥനും K മുരളീധരനും. BJPയുടെ അജണ്ടയ്ക്ക് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നുവെന്ന് VK പ്രശാന്ത്. വാർത്തകൾ വിശദമായി നോക്കാം. പ്രതിരോധ മേഖല ശക്തമാക്കാൻ കേന്ദ്രം 79,000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാടിന് അനുമതി നൽകി. പ്രതിരോധ സംഭരണത്തിനും നവീകരണ നിർദ്ദേശങ്ങൾക്കുമാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇടപാടിന് അംഗീകാരം നൽകിയത്. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ പോരാട്ടശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ഈ തീരുമാനം നിർണായകമാണ്. പഴയ ആയുധങ്ങളുടെ നവീകരണം, പുതിയ ആധുനിക ആയുധങ്ങൾ ഏറ്റെടുക്കൽ, തദ്ദേശീയ വികസനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഏകദേശം 200 T-19 ടാങ്കുകൾ തദ്ദേശീയമായി മിഡ് ലൈഫ് നവീകരണത്തിനും അറ്റകുറ്റപ്പണിക്കും വിധേയമാക്കും. ഇത് ടാങ്കുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും അവയുടെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. Mi-17 ഹെലികോപ്റ്ററുകളുടെ നവീകരണം, ആധുനിക യുദ്ധാവശ്യങ്ങൾക്കായി കമികാസെ ചാവേർ ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള അംഗീകാരം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഉന്നാവ് ബലാത്സംഗ കേസിൽ അതിജീവിതയ്ക്ക് ആശ്വാസം. കുൽദീപ് സെൻഗാറിന് ജാമ്യം നൽകിയ ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവും സ്റ്റേ ചെയ്തിട്ടുണ്ട്. കേസിൽ സെൻഗാറിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ഉന്നാവ് ബലാത്സംഗ കേസിലെ പ്രതി BJP മുൻ MLA കുൽദീപ് സെൻഗാറിന് ഡിസംബർ 23-നാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം നൽകിയത്. കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടായിരുന്നു ജാമ്യം. ഈ നടപടികളാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കാൻ നിർദ്ദേശിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിശദവാദത്തിലേക്ക് കടക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 4 ആഴ്ചക്കകം മറുപടി നൽകാൻ സെൻഗാറിന് നിർദ്ദേശമുണ്ട്. സാധാരണ ഇത്തരം കേസുകളിൽ ജാമ്യം നൽകിയാൽ റദ്ദാക്കാറില്ല. എന്നാൽ ഉന്നാവ് ബലാത്സംഗ കേസിൽ സാഹചര്യം ഗുരുതരമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വിചാരണ കോടതി എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് വിധി പറഞ്ഞതെന്നും ബലാത്സംഗ കുറ്റം സംശയാതീതമായി തെളിയിക്കാനായി എന്നും CBI കോടതിയെ അറിയിച്ചു. ചുമത്തിയ വകുപ്പിലെ സാങ്കേതികത്വം പറഞ്ഞാണ് ഹൈക്കോടതി ജാമ്യം നൽകിയതെന്നും CBI സുപ്രീം കോടതിയിൽ പറഞ്ഞു. പൊതുസേവകൻ എന്ന പരിധിയിൽ വരില്ലെന്ന സെൻഗാറിന്റെ വാദം അംഗീകരിച്ചായിരുന്നു ഡൽഹി ഹൈക്കോടതി അന്ന് ജാമ്യം അനുവദിച്ചത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെങ്കിൽ പൊതുസേവകനാണോ അല്ലയോ എന്നത് കണക്കിലെടുക്കേണ്ടതില്ലെന്ന CBI വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് തെളിയിക്കപ്പെട്ടതെന്ന് CBIക്കായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. കോടതി ഉത്തരവ് കേൾക്കാനായി അതിജീവിതയും അമ്മയും എത്തിയിരുന്നു. 2017 ജൂണിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിന് ഇരയായത്. 2019-ലാണ് സെൻഗാറിനെ കോടതി ശിക്ഷിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക അറസ്റ്റുമായി പ്രത്യേക അന്വേഷണ സംഘം. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറാണ് സ്വയം അന്വേഷണ സംഘത്തിന് മുൻപിൽ കീഴടങ്ങിയത്. കോടതിയിൽ ഹാജരാക്കിയ വിജയകുമാറിനെ ഈ മാസം 12 വരെ റിമാൻഡ് ചെയ്തു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും വലിയ മാനസിക സംഘർഷമാണ് അനുഭവിക്കുന്നതെന്നും വിജയകുമാർ പറഞ്ഞു. കേസിൽ D മണി എന്ന് സംശയിക്കുന്ന MS മണി നാളെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും.
ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറസ്റ്റ് വൈകുന്നതിൽ ഹൈക്കോടതിയുടെ കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് കേസിൽ SIT നിർണായക അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2019 ദേവസ്വം ബോർഡ് അംഗമായ വിജയകുമാർ സ്വയം അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വിജയകുമാർ നൽകിയിരുന്നുവെങ്കിലും ഇത് കോടതി തള്ളുമെന്ന അഭിഭാഷകന്റെ നിലപാടിനെ തുടർന്നാണ് തിരുവനന്തപുരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലെത്തി കീഴടങ്ങിയത്. ഉച്ചയോടെ വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും വിജയകുമാർ പ്രതികരിച്ചു. തുടർന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വിജയകുമാറിനെ ജനുവരി 12 വരെ റിമാൻഡ് ചെയ്തു. പത്മകുമാറിനൊപ്പം ചേർന്ന് ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും വ്യാജരേഖ ചമച്ചെന്നും ഇയാൾക്കെതിരായ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുള്ളതായി സംശയിക്കുന്ന തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി MS മണി ചൊവ്വാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. വിദേശ വ്യവസായിയുടെ മൊഴിയിൽ MS മണി തന്നെയാണ് D മണിയെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് SITയുടെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിച്ചുവെന്നും അപ്രതീക്ഷിത പരാജയവും പരിഹാര നടപടികളും CPM നേതൃയോഗം ചർച്ച ചെയ്തുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ല, സർക്കാരിനെ പറ്റി ജനങ്ങൾക്ക് നല്ല അഭിപ്രായമെന്നും ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തലുമായി മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വർഗീയ പ്രചാരണമായി പ്രതിപക്ഷം ഉപയോഗിച്ചുവെന്നും എന്നാൽ അത് വേണ്ട വിധം ഫലിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയുടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കാൻ CPM സംസ്ഥാന നേതൃയോഗം 3 ദിവസമാണ് ചേർന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് വോട്ട് ശതമാന കണക്കുകൾ നിരത്തി CPM വിലയിരുത്തുന്നു. അതേസമയം തിരിച്ചടിയുടെ കാരണങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയും സംഘടനാ ദൗർബല്യവും പ്രാദേശിക ഭരണസമിതികളിലെ വീഴ്ചയും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. ശബരിമലയിൽ സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിച്ചുവെങ്കിലും UDFും BJPയും വർഗീയ പ്രചരണത്തിന് വിഷയം ആയുധമാക്കി. എന്നാൽ അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്ന ഇടതുമുന്നണിക്ക് ഇത്തരം പ്രചാരണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും CPM വിലയിരുത്തുന്നു. വിജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ നിലനിന്ന, പ്രത്യേകിച്ചും നഗരമേഖലയിലുണ്ടായ സംഘടനാ ദൗർബല്യം ഈ തിരിച്ചടിക്ക് ഇടയാവുകയും ചെയ്തു. പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങളിലുണ്ടായ ചില വീഴ്ചകളും അതത് മേഖലയിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന നിലയുണ്ടായി. ശബരിമല പോലുള്ള പ്രശ്നങ്ങളിൽ UDFും BJPയും ശക്തിയായ കള്ളപ്രചാരവേല നടത്തിയിരുന്നു. ഇതുപയോഗിച്ച് വോട്ട് നേടാനുള്ള പരിശ്രമം അവർ നടത്തുകയുണ്ടായി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പലയിടത്തും UDFും BJPയും തമ്മിൽ ഡീലുണ്ടായിരുന്നുവെന്ന് വോട്ടുനിലയിലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി CPM ആരോപിക്കുന്നു. അതേസമയം വീഴ്ചകൾ കണ്ടെത്തി തിരുത്തി മുന്നോട്ടു പോകാനാണ് പാർട്ടിയുടെ തീരുമാനം. ജനുവരി 15 മുതൽ 22 വരെ വിപുലമായ രീതിയിൽ ഗൃഹസന്ദർശനം നടത്തും. കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും രാഷ്ട്രീയ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് കേന്ദ്രത്തിനെതിരായ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ബാക്കി നിൽക്കെ താഴെത്തട്ടിലിറങ്ങി ജനങ്ങളുമായി ആശയവിനിമയം ശക്തമാക്കി നഷ്ടപ്പെട്ട ജനസമിതി വീണ്ടെടുക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലത്തിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം. പ്രശാന്ത് മുറി ഒഴിയണമെന്ന് KS ശബരിനാഥനും K മുരളീധരനും ആവശ്യപ്പെട്ടു. അതേസമയം BJPയുടെ അജണ്ടകൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെന്ന് VK പ്രശാന്ത് പറഞ്ഞു. R ശ്രീലേഖ ഉയർത്തിയ VK പ്രശാന്ത് കെട്ടിട വിവാദമാണ് കോൺഗ്രസ് കൂടി ഏറ്റെടുത്തതോടെ പുതിയ തലത്തിലേക്ക് നീങ്ങുന്നത്. MLA ഹോസ്റ്റലിലെ 31-32 മുറികൾ VK പ്രശാന്തിൻ്റെതായി ഉണ്ട്. അവിടേക്ക് ഓഫീസ് മാറ്റാവുന്നതാണെന്നും അവിടെ ഇപ്പോൾ ആരാണ് താമസിക്കുന്നതെന്നും KS ശബരിനാഥ് ചോദിച്ചു. MLA ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിന്ററുണ്ട്, വാഹന സൗകര്യമുണ്ട്, 2 മുറിയാണുള്ളത്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൂടാന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. MLA ഹോസ്റ്റലിലെ മുറി MLAയുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നും അല്ലാതെ ഉപയോഗിച്ചാൽ സ്പീക്കർ നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരനും പറഞ്ഞു. MLA ക്വാർട്ടേഴ്സിലെ മുറി MLAമാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്പീക്കറാണ് അതിൻ്റെ പരമാധികാരി. അത് ഒഴിയാതിരിക്കുകയോ ചെയ്യട്ടെ. അതേസമയം BJP അജണ്ടകൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെന്ന് VK പ്രശാന്ത് MLA പരിഹസിച്ചു. ഒരുപക്ഷെ BJPയുടെ അജണ്ട ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. MLA ഒഴിപ്പിക്കലാണോ കോർപ്പറേഷനിലെ BJPയുടെ ആദ്യ അജണ്ടയെന്നും KS ശബരിനാഥ് BJPയുടെ നിലപാട് പിന്തുടരുകയാണോ എന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ചോദിച്ചു. ഈ ഒഴിപ്പിക്കൽ ഇതുപോലെ പോയാൽ ആരെങ്കിലും ഒഴിപ്പിക്കും? ആദ്യം MLA ആണെങ്കിൽ നാളെ ആരായിരിക്കും? അതുകൊണ്ട് ഒഴിപ്പിക്കൽ നയം സ്വീകരിക്കുന്ന BJPയുടെ ഈ പോക്ക് വാസ്തവത്തിൽ ഈ നഗരഭരണത്തെ പറ്റിയുള്ള BJP കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും നാണം കെട്ട സങ്കുചിതമായ ചിന്ത എന്താണ്, ബോധം എന്താണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതേപ്പറ്റി പ്രതിഷേധിക്കാനേ ആർക്കും സാധിക്കും. എന്നാൽ കോർപ്പറേഷൻ കെട്ടിടങ്ങളിൽ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്ന മുറികളുടെ രേഖകളും തുകയും സമഗ്ര പരിശോധന നടത്താനാണ് കോർപ്പറേഷന്റെ തീരുമാനം. വാടക തുക ഉൾപ്പെടെയുള്ള രേഖകൾ കൈമാറാൻ മേയർ VV രാജേഷ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. തുച്ഛമായ വാടകയ്ക്ക് തലമുറകളായി മുറികൾ കൈമാറി വരികയാണ്. വൻ തുകകൾക്ക് മുറികൾ മറിച്ചു വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെന്നും BJP കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. നിലവിൽ പ്രശാന്തിനോട് മുറിയൊഴിയാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മേയർ VV രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് 20-30 വർഷം മുമ്പ് പലർക്കും കരാറ് കൊടുത്തവർ സബ്ലീസ് കൊടുത്തിട്ടുണ്ട്. പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ നിയമപരമായി ഞങ്ങൾ പരിശോധിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മറ്റത്തൂർ പഞ്ചായത്തിലെ കാലുമാറ്റത്തിൽ പ്രതികരിച്ച മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും നിലവിലെ മറ്റത്തൂർ പഞ്ചായത്ത് അംഗവുമായ KR ഔസേപ്പ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിനാൽ ഡിസംബർ 1 തന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്നും 6 വർഷത്തേക്ക് പുറത്താക്കിയെന്നും ജയിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വീട്ടിൽ വന്ന് ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും BJPയുമായി സഖ്യമുള്ളതിനാലാണ് കൂടെ നിൽക്കാത്തതെന്നും ഔസേപ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താൻ ജയിച്ചപ്പോൾ 23-ാം തീയതി കോൺഗ്രസ് നേതാക്കൾ വീട്ടിൽ വന്ന് ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. TM ചന്ദ്രൻ, ഷാഫി കല്ലുപറമ്പിൽ, രഞ്ജിത്ത് കൈപ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീൺ, സതീശൻ ഇല്ലത്തുപറമ്പിൽ എന്നിവരാണ് വീട്ടിലെത്തിയത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഔസേപ്പ് കൂടെ നിൽക്കണമെന്നായിരുന്നു ചന്ദ്രൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കോൺഗ്രസിന്റെ 8 മെമ്പർമാർക്കൊപ്പം താനടങ്ങുന്ന 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഒപ്പം നിർത്തിയാലും LDFന്റെ 10-നൊപ്പം എത്തുക മാത്രമല്ലേയുള്ളൂ, അപ്പോൾ എങ്ങനെ ഭരണം ലഭിക്കുമെന്ന ചോദ്യത്തിന് ചന്ദ്രൻ നൽകിയ മറുപടിയാണ് UDF പിന്തുണ നൽകുന്നതിൽ നിന്നും തന്നെ പിന്തിരിപ്പിച്ചതെന്നും ഔസേപ്പ് പറഞ്ഞു. 10-നൊപ്പം BJPയുടെ 4 സീറ്റുകൾ കൂടി ഉണ്ടല്ലോ എന്നായിരുന്നു TM ചന്ദ്രന്റെ മറുപടി. വർഗീയ ശക്തികളുമായി കൂട്ടുചേരാൻ താല്പര്യമില്ലാത്തതിനാലാണ് താൻ BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന് നിൽക്കാത്തതെന്നും ഔസേപ്പ് വ്യക്തമാക്കി. നിലവിൽ കോൺഗ്രസിന് 8 ഉണ്ട്, LDFന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDFന്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഭരിക്കും. അതെന്തൊരു എനിക്ക് മനസ്സിലാവില്ല, അത് എന്ത് ഫോർമുലയാണ്? നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് നീ കൂടെ നിൽക്കണം, നീയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. തന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ തനിക്കെതിരെ കള്ളപ്രചാരണം നടത്തുന്നത്. ഇത് 2010 മുതൽ തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവിനെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് മുതലാണ് തന്നെ തകർക്കാനുള്ള ശ്രമം തുടങ്ങിയതെന്നും KR ഔസേപ്പ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തൃശൂർ. മറ്റത്തൂരിനു പിന്നാലെ പാർലം പഞ്ചായത്തിലും കോൺഗ്രസ് BJPയെ സഹായിച്ചെന്ന ആരോപണവുമായി LDF രംഗത്ത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDFന്റെ വനിതാ നേതാവ് മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയെന്നും അതിനാലാണ് BJPക്ക് പാർലം പഞ്ചായത്തിൽ അധികാരം ലഭിച്ചതെന്നും LDF ആരോപിച്ചു. അതേസമയം വോട്ട് അസാധുവാക്കിയ വനിതയ്ക്കെതിരെ നടപടി സ്വീകരിച്ചതായി DCC പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ 1 മാസമായി പാർലം പഞ്ചായത്തിൽ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ട് നടക്കുകയാണ്. മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കുന്നത് പോലെയാണ് ഇരു പാർട്ടികളുടെയും നയം. അതിന്റെ പ്രതിഫലനമായാണ് പാർലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരം ലഭിച്ചതെന്നും CPIM ആരോപിച്ചു. ഒരു സ്ഥാനാർത്ഥി ബോധപൂർവം വോട്ട് അസാധുവാക്കി BJPയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള മറ്റത്തൂർ പഠനം പാർലത്ത് നടത്തിയിരിക്കുകയാണ്. എന്നാൽ പാർലത്ത് അന്വേഷണ വിധേയമായി വോട്ട് അസാധുവാക്കിയ ബിന്ദു ടീച്ചറെ സസ്പെൻഡ് ചെയ്തുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. അവർക്ക് പിഴവ് പറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷേ പൊതുജനങ്ങളുടെ കണ്ണിൽ അത് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബിന്ദുവിനോട് വിശദീകരണം തേടിയിരുന്നു. ബിന്ദുവിന്റെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയെടുത്തുവെന്നാണ് ജോസഫ് ടാജറ്റിന്റെ വിശദീകരണം.
ഇവർക്ക് പിന്നെ അസാധുവായി പോയത് ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന കൈപ്പഴയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ അത് ന്യായീകരിക്കത്തക്ക ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടു. അത് ഒരു തൃപ്തികരമല്ലാത്ത വിശദീകരണമായതുകൊണ്ട് നടപടി സ്വീകരിച്ചു. അവർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റത്തൂരിൽ രാജി ഉറപ്പാക്കണമെന്നും രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ പശ്ചാത്തലത്തിൽ ഒരവസരം കൂടി നൽകുകയാണ്. ഒരു കാരണവശാലും വാങ്ങാൻ പറ്റാത്ത സഹായമാണ് വാങ്ങിയതെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇവർ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. 10 ദിവസത്തിനകമാണ് അത് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. എന്നിരുന്നാലും പിന്നെ അവിടെ നിന്ന് ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് ഇവർ തെറ്റ് തിരുത്താൻ തയ്യാറാണ് എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അവർക്ക് അതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നു. മറ്റത്തൂരിലും പാർലത്തുമുണ്ടായ BJP കോൺഗ്രസ് ബാന്ധവം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ടെലികമ്മ്യൂണിക്കേഷൻ സേവന മേഖലയിൽ ആഗോളതലത്തിൽ കുവൈറ്റിന് മികച്ച നേട്ടം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി മൊബൈൽ നെറ്റ്വർക്ക് അനുഭവത്തെക്കുറിച്ച് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. കാര്യക്ഷമത, വിശ്വാസ്യത, സമഗ്രമായ കവറേജ് എന്നീ മേഖലകളിൽ രാജ്യത്തെ 3 മൊബൈൽ നെറ്റ്വർക്ക് സേവനദാതാക്കളും ആഗോളതലത്തിൽ ഉയർന്ന റാങ്കിംഗ് നേടി. കുവൈറ്റ് 832 പോയിന്റുകളാണ് നേടിയത്. ആഗോളതലത്തിൽ കുവൈറ്റിന് മാത്രമാണ് ഇത്രയും സ്കോർ ലഭിച്ചത്. പുതുവർഷം പിറക്കുമ്പോൾ UAE-യിലെ ചില നിയമങ്ങളിൽ മാറ്റം വരികയാണ്. പ്രവാസികൾ ഉൾപ്പെടെ UAE നിവാസികളെ എല്ലാം ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചിലത് അതിലുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ശ്രീരാജ് കൈമൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ പ്രവാസികൾ ഏറെയുള്ള UAE-യിൽ 2026 നിരവധി നിയമമാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വരുന്നത്. അടുത്ത വർഷം മുതൽ വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനാ സമയം UAE ഏകീകരിച്ചു. ഇതുപ്രകാരം രാജ്യത്തെല്ലായിടത്തും വെള്ളിയാഴ്ച പ്രാർത്ഥന ഉച്ചയ്ക്ക് 12:45 ആയിരിക്കും. ഇത് കണക്കാക്കി സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിലും വ്യത്യാസമുണ്ട്. ദുബായിലെ വിദ്യാലയങ്ങളുടെ വെള്ളിയാഴ്ച പ്രവർത്തന സമയം 11:30 വരെ ആയിരിക്കണമെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ UAE-യിൽ പഞ്ചസാര ചേർത്ത പാനീയങ്ങളുടെ ടാക്സ് അവയിൽ ചേർത്തിട്ടുള്ള പഞ്ചസാരയുടെ അളവിനെ അടിസ്ഥാനമാക്കി ആയിരിക്കും. 100 മില്ലി പാനീയത്തിലെ പഞ്ചസാരയുടെ അളവെത്ര എന്നതിനെ ആശ്രയിച്ചാകും ടാക്സ് കണക്കാക്കുക. ഭക്ഷണപാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ഉപഭോക്താക്കൾക്ക് ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ ലഭ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയമം നടപ്പാക്കുന്നത്. ദുബായ് എയർപോർട്ട് ടെർമിനൽ 3 ദുബായിലേക്ക് എത്തുന്ന യാത്രക്കാർക്കും റെഡ് കാർപ്പറ്റ് സേവനം അടുത്ത വർഷം മുതൽ ലഭ്യമാകും. റെഡ് കാർപ്പറ്റിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച് എമിഗ്രേഷൻ നടപടികൾ അനായാസം പൂർത്തിയാക്കുന്ന സംവിധാനമാണ് ഇത്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ UAE-യിൽ പൂർണ്ണമായും നിരോധിക്കുകയാണ്. സുപ്രധാനമായ ഈ നിയമവും 2026 പ്രാബല്യത്തിൽ വരും. UAE-യിൽ പ്രൊമോഷണൽ വീഡിയോസ് ചെയ്യുന്നവർക്കുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ലൈസൻസ് എടുക്കാനുള്ള അവസാന തീയതി അടുത്ത വർഷം ജനുവരി 31. UAE മീഡിയ കൗൺസിലിന്റെ വെബ്സൈറ്റിലൂടെയാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത്. 1 വർഷം കാലാവധിയുള്ള ലൈസൻസ് ആവശ്യമെങ്കിൽ ആദ്യ 3 വർഷം വരെ സൗജന്യമായി പുതുക്കാം. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റ് സിറ്റിയിലെ പൈതൃക വിപണിയായ മുബാറക്കിയ മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യ മാർക്കറ്റ് മാറ്റുവാൻ തീരുമാനം. മുനിസിപ്പൽ കാര്യ സഹമന്ത്രിയും ഭവനകാര്യ സഹമന്ത്രിയുമായ അബ്ദുൽ ലത്തീഫ് അൽ മഷാരിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. വർദ്ധിച്ചു വരുന്ന പരാതികളെ തുടർന്നാണ് തീരുമാനം. മത്സ്യ മാർക്കറ്റിൽ നിന്നും പുറപ്പെടുന്ന ദുർഗന്ധം സന്ദർശകരിലും പരിസ്ഥിതിക്കും സൃഷ്ടിക്കുന്ന ആഘാതം മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്ന് മന്ത്രി അറിയിച്ചു. മത്സ്യ മാർക്കറ്റ് ഷർക്ക് മാർക്കറ്റിലേക്ക് മാറ്റുമെന്നാണ് വിവരം. ഇതിനായുള്ള സ്ഥലം കണ്ടെത്തിയതായും മന്ത്രി സൂചന നൽകി. കുവൈറ്റിൽ ഇത്തവണത്തെ പുതുവർഷ ദിനത്തിൽ കൊടും ശൈത്യം അനുഭവപ്പെട്ടുവെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഗദ് അൽ വദൈബി. ഈ മാസം അവസാനത്തോടെ രാജ്യത്ത് കുറഞ്ഞ താപനില 0 ഡിഗ്രി സെൽഷ്യസിലേക്കും ഒരുപക്ഷെ -1 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെയും താഴുമെന്നും അദ്ദേഹം അറിയിച്ചു. മരുഭൂമി പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സൗദിയിലെ വിദേശികൾക്ക് ഗുണകരമാകുന്നതും ചിലത് പ്രധാനപ്പെട്ടതുമായ 5 പ്രധാന തീരുമാനങ്ങൾ പുതുവത്സര ദിനത്തിൽ സൗദിയിൽ പ്രാബല്യത്തിൽ വരും. ലോജിസ്റ്റിക് സർവീസ്, റിയൽ എസ്റ്റേറ്റ്, നിക്ഷേപം, വ്യവസായം എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ പുതുവർഷത്തിൽ നടപ്പിലാകും. വിദേശികൾക്കുള്ള റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥ അവകാശാനുമതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂലൈയിൽ പ്രഖ്യാപിച്ച നിയമം അടുത്ത മാസം ആദ്യം നിലവിൽ വരും. ഭവന, വാണിജ്യ, വ്യവസായ ആവശ്യങ്ങൾക്കൊന്നും പ്രയോജനപ്പെടുത്താതെ കാലിയായി കിടക്കുന്ന സ്ഥലങ്ങൾക്ക് ഫീസ് ബാധകമാക്കുന്ന പ്രോഗ്രാം, പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾക്കുള്ള പുതിയ നികുതി നയം,
സ്വീകർത്താവിന്റെ കൃത്യമായ ദേശീയ വിലാസമില്ലാത്ത പാഴ്സലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഡെലിവറി ചെയ്യുന്നതിൽ നിന്നും പാഴ്സൽ ഡെലിവറി കമ്പനികളെ വിലക്കുന്ന തീരുമാനം, സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ വേതനം ഇലക്ട്രോണിക് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യൽ നിർബന്ധമാക്കുന്ന വേതന സുരക്ഷാ പദ്ധതി അടക്കം 5 പ്രധാന തീരുമാനങ്ങൾ നടപ്പിലാക്കും. ഈ വർഷം 3-ാം പാദത്തിൽ സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം രാജ്യത്തെ എല്ലാ പ്രവിശ്യകളിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ 1 ലക്ഷത്തിലേറെ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തി. വിഷൻ 2030 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി തൊഴിൽ വിപണി വ്യവസ്ഥാപിതമാക്കാനും തൊഴിലുടമകൾ തൊഴിൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സൗദിവൽക്കരണ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ലക്ഷ്യം വെച്ച് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ 3,70,000-ലേറെ സ്ഥാപനങ്ങളിൽ മന്ത്രാലയ സംഘങ്ങൾ പരിശോധന നടത്തി. ഇതിന്റെ ഫലമായി ഏകദേശം 52,000 സ്ഥാപനങ്ങൾക്ക് വാർണിംഗ് നോട്ടീസുകൾ നൽകി. ദുബായിൽ തൊഴിലാളികൾക്കായി വമ്പൻ പുതുവത്സരാഘോഷമൊരുങ്ങുന്നു. കാറുകളും സ്വർണവും ഉൾപ്പെടെ 5 ലക്ഷം ദിർഹത്തിലധികം വിലമതിക്കുന്ന സമ്മാനങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി കരസ്ഥമാക്കാനുള്ള അവസരമുണ്ട്. പ്രശസ്ത താരങ്ങൾ അണിനിരക്കുന്ന താരനിശയും ഉണ്ടാകും. പുതുവർഷത്തെ വരവേൽക്കാൻ ദുബായിലെ തൊഴിലാളികൾക്കായി മെഗാ ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ ഒരുങ്ങുന്നു. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്, ദുബായ് പെർമനന്റ് കമ്മിറ്റി ഫോർ ലേബർ അഫയേഴ്സുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തുടർച്ചയായ 3-ാം വർഷമാണ് തൊഴിലാളി സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ള ഈ പുതുവത്സരാഘോഷം നടക്കുന്നത്. പ്രധാന വേദി അൽഖൂസ് ആയിരിക്കും. നേരിട്ടുള്ള പങ്കാളിത്തവും വിർച്വൽ പങ്കാളിത്തവും ഉൾക്കൊള്ളുന്ന ഹൈബ്രിഡ് ഫോർമാറ്റിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. അൽഖൂസിനൊപ്പം ജബലലി, മുഹൈസന തുടങ്ങിയ തൊഴിലാളി താമസ കേന്ദ്രങ്ങളിലും ആഘോഷങ്ങൾ നടക്കും. ഡിസംബർ 31 വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ അർദ്ധരാത്രി വരെ തുടരും. ബ്ലൂ കണക്ട് ആപ്ലിക്കേഷൻ വഴി തൊഴിലാളികൾക്ക് ലൈവ് സ്ട്രീമിംഗിലൂടെയും ആഘോഷത്തിൽ പങ്കാളികളാകാൻ സൗകര്യമുണ്ട്. സൗജന്യ രജിസ്ട്രേഷനിലൂടെ എല്ലാ ഇവന്റുകളിലുമുള്ള സമ്മാന നറുക്കെടുപ്പുകളിലും പങ്കെടുക്കാം. കാറുകൾ, സ്വർണ്ണനാണയങ്ങൾ, മൊബൈൽ ഫോണുകൾ, യാത്രാ ടിക്കറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ആകർഷക സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. സിനിമാ സംഗീത ലോകത്തെ പ്രമുഖർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകളും ആഘോഷത്തിന് കൂടുതൽ തിളക്കം നൽകും. ബോളിവുഡ് നടിമാരായ സരീൻ ഖാൻ, പൂനം പാണ്ഡെ, അനേരി വാജാനി, ടാനിയ ദേശായി എന്നിവരും പ്രശസ്ത ഗായകരായ സ്നേഹ ഉപാധ്യായ, അങ്കുഷ് ഭരദ്വാജ് എന്നിവരും വേദിയിലെത്തും. അന്താരാഷ്ട്ര നൃത്ത സംഘങ്ങളുടെ ആവേശകരമായ പ്രകടനങ്ങളും വിവിധ രാജ്യങ്ങളുടെ നാടൻ കലകളുടെ അവതരണങ്ങളും പുതുവത്സര രാത്രിയെ ഉത്സവാന്തരീക്ഷത്തിലാക്കും. മനുഷ്യരാണ് വികസനത്തിന്റെ ഹൃദയം എന്ന ദുബായിയുടെ ദർശനം ഉയർത്തിപ്പിടിക്കുന്ന ഈ ആഘോഷം പുതുവത്സരത്തെ സന്തോഷത്തോടെയും ഐക്യത്തോടെയും വരവേൽക്കുന്ന കൂട്ടായ അനുഭവമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിലുണ്ടായ വാഹനാപകടത്തിൽ ആലപ്പുഴ സ്വദേശിനി മരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ചാന്തിരൂർ സ്വദേശിനി വേലിപ്പറമ്പിൽ വീട്ടിൽ ശാരദാദേവിയാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. 64 വയസ്സായിരുന്നു. പരേതനായ എഴുപുന്ന പെരേപ്പറമ്പിൽ വിശ്വനാഥൻ നായരുടെ ഭാര്യയായിരുന്നു. നിയമ നടപടികൾ പൂർത്തിയാക്കി ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുവരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ട്രംപ് ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി. 20 ദിന സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ടെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപും സെലൻസ്കിയും വ്യക്തമാക്കി. ജനുവരിയിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച വീണ്ടും നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 3 വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച. ഫ്ലോറിഡയിലെ മാറൈലാഗോയിലുള്ള ട്രംപിന്റെ റിസോർട്ടിലായിരുന്നു കൂടിക്കാഴ്ച. ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവന്നത് ആശ്വാസകരമായ വാർത്ത. 20 ദിന സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ട് എന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളുടെയും പ്രതികരണം. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ട്രംപ് ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി. പുടിനുമായി ഫോണിൽ സംസാരിച്ചുവെന്നും റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. മികച്ച സംഭാഷണമായിരുന്നുവെന്ന് ട്രംപും ഫലപ്രദമായ ചർച്ചയാണ് നടന്നതെന്ന് റഷ്യയും പ്രതികരിച്ചു. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ട്രംപും പുടിനും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തിയത്. കീവിലേക്ക് റഷ്യ ആക്രമണ പരമ്പര തുടരവെയാണ് പുടിനുമായി സംസാരിച്ചെന്ന് ട്രംപ് വ്യക്തമാക്കുന്നത്. 20 ദിന സമാധാന പദ്ധതിയിൽ മേൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടന്ന ചർച്ചയിലും മികച്ച പുരോഗതി കൈവരിക്കാനായെന്ന് ട്രംപ് പറഞ്ഞു. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് സെലൻസ്കിയും വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച സെലൻസ്കി തുടർ ചർച്ചകൾക്ക് സന്നദ്ധനെന്നും വ്യക്തമാക്കുന്നു. വമ്പൻ പ്രഖ്യാപനങ്ങളില്ല എങ്കിലും യുദ്ധം ഇനി അധികകാലം നീളില്ല എന്നാണ് ട്രംപിന്റെ അവകാശവാദം. 20 ദിന സമാധാന പദ്ധതി അംഗീകരിക്കപ്പെടുന്നതിൽ പ്രധാന തടസ്സം പിടിച്ചെടുത്ത ഭൂമിയെ ചൊല്ലി ധാരണ ആകാത്തതാണെന്നും ട്രംപ് പറയുന്നു. എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു. 1-2 സങ്കീർണമായ പ്രശ്നങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. എന്നാൽ അതും പരിഹരിക്കപ്പെടുമെന്നും ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. അതേസമയം ജനുവരിയിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച വീണ്ടും നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്,
അമൃത ന്യൂസ്. നടൻ ജയസൂര്യയും ഭാര്യ സരിതയും ചോദ്യം ചെയ്ത് ഇഡി സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി ജയസൂര്യയ്ക്ക് കരാർ ഉണ്ടായിരുന്നതായി ഇഡിക്ക് വിവരം ലഭിച്ചിരുന്നു. ജയസൂര്യ ഇത് 2ാം തവണയാണ് ഇഡി ചോദ്യം ചെയ്യുന്നത്. ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിലാണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്നതായി ഇഡിക്ക് വിവരം ലഭിച്ചിരുന്നു. മറ്റ് സിനിമാ താരങ്ങൾക്കൊപ്പം ബിഡ്ഡിംഗ് ആപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ജയസൂര്യയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയും ജയസൂര്യയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു. സേവ് ബോക്സ് എന്ന പേരിൽ വിവിധയിടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാമെന്ന പേരിൽ പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന സംഭവത്തിൽ സേവ് ബോക്സ് ഉടമ തൃശൂർ സ്വദേശി സ്വാതി റഹീമിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. 43 ലക്ഷം രൂപ തട്ടിയെന്നാണ് സ്വാതി റഹീമിനെതിരായ കേസ്. ഓൺലൈൻ ലേലം നടത്തുന്ന സ്ഥാപനമായ സേവ് ബോക്സ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ഓൺലൈൻ ലേലത്തിലൂടെ സ്വന്തമാക്കാമെന്നായിരുന്നു നൽകിയ വാഗ്ദാനം. ഇതേ പേരിൽ മൊബൈൽ ആപ്പും ഇവർ പുറത്തിറക്കിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. മകരവിളക്ക് മഹോത്സവത്തിനായി നാളെ ശബരിമല നട തുറക്കും. നാളെ വൈകിട്ട് 5-ന് തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി നട തുറക്കും. മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് 18ാം പടി ചവിട്ടി ദർശനം നടത്താം. മണ്ഡല പൂജകൾ കഴിഞ്ഞ് ഡിസംബർ 27 രാത്രി 10-ന് ഹരിവരാസനം പാടി അടച്ച നട നാളെ തുറക്കുന്നതോടെ ശബരിമലയിൽ വീണ്ടും ശരണമന്ത്രങ്ങൾ നിറയും. വൈകിട്ട് 5-ന് മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിക്കും. തുടർന്ന് ആഴിയിൽ അഗ്നി പകരും. ഇതിനുശേഷം തീർത്ഥാടകർക്ക് 18ാം പടി കയറി അയ്യപ്പ ദർശനം നടത്താം. മാളികപ്പുറം ക്ഷേത്രനട മേൽശാന്തി MG മനു നമ്പൂതിരിയും തുറക്കും. നാളെ പ്രത്യേക പൂജകളില്ല. ജനുവരി 14-നാണ് മകരവിളക്ക്. ജനുവരി 12-ന് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. പരമ്പരാഗത പാതയിലൂടെ വിവിധ ക്ഷേത്രങ്ങളും കടന്ന് ഘോഷയാത്ര ശബരിമലയിൽ മകരവിളക്കിന് മുന്നോടിയായി എത്തിച്ചേരുന്നതോടെ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഇക്കൊല്ലം മണ്ഡലകാലത്ത് ക്ഷേത്രം തുറന്നതു മുതൽ ഡിസംബർ 27-ന് നട അടയ്ക്കുന്നതുവരെ സന്നിധാനത്ത് 36,33,191 പേർ ദർശനം നടത്തി. ഓൺലൈൻ ബുക്കിംഗിലൂടെ 30,91,183 പേരും സ്പോട്ട് ബുക്കിംഗിലൂടെ 4,12,075 പേരും പുൽമേട് വഴി 12,09,933 പേരുമാണ് ശബരിമലയിലെത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3,83,435 തീർത്ഥാടകർ കൂടുതലായി എത്തി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നതിനാൽ മകരവിളക്ക് മഹോത്സവകാലത്തും കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് വിലയിരുത്തൽ. ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും. അമൃത ന്യൂസ്, സന്നിധാനം. കായിക വാർത്ത നോക്കാം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. KCA മുൻ ട്രഷററായും സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീജിത്ത് V. നായർ ആണ് പുതിയ പ്രസിഡന്റ്. അപെക്സ് കൗൺസിൽ അംഗമായിരുന്ന സതീശൻ K. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ സെക്രട്ടറി വിനോദ് S. കുമാറും ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരിയും അതേ സ്ഥാനങ്ങളിൽ തുടരും. പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയായ T. അജിത് കുമാർ ആണ് പുതിയ ട്രഷറർ. ഒരു വർഷത്തെ സമഗ്ര കർമ്മ പദ്ധതിയും ജനറൽ ബോഡി പ്രഖ്യാപിച്ചു. 14 ജില്ലകളിലും ക്രിക്കറ്റ് ഗ്രൗണ്ടുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും KCA നിർമ്മിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.